ദൈവകൃപ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ചെയ്ത വ്യക്തികൾക്കാണ് ജീവിതത്തിൽ ദൈവകൃപ ലഭിക്കുക എന്ന് പറയുന്നത്. അത് ഭാഗ്യപ്പെട്ട ഒരു ജീവിതം തന്നെയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിലെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ അനേക വ്യക്തികൾ ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ ഉത്തരം പറയും: പരിശുദ്ധ കന്യകാമറിയം. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്? ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നാം ഒന്ന് പഠിച്ചാൽ തൻ്റെ ജീവിതം മുഴുവൻ വിശുദ്ധിയോടും അടുക്കും ചിട്ടയോടും ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ജീവിതവും അപ്രകാരം തന്നെയായിരുന്നു. ജീവിതം മുഴുവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ദൈവത്തോട് ചേർന്ന് നിന്ന ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം ദൈവകൃപ നിറഞ്ഞവളായി തീർന്നു. സ്നേഹമുള്ളവരെ, ദൈവകൃപ ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ഇതേ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാരണം, നമ്മുടെ ചില സ്വഭാവ രീതിയും ജീവിത രീതിയും കാരണം നമുക്ക് നഷ്ടപ്പെട്ട് പോകാറുണ്ട്. ഹെബ്രായർ ലേഖനത്തിൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിദ്വേഷം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് വളർന്ന് വലുതായി ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരു വ്യക്തിക്ക് ദൈവകൃപ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? വിദ്വേഷം വളരാൻ അനുവദിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മുടെയും ജീവിതം ദൈവകൃപയാൽ നിറയുവാനായി നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി അനുഗ്രഹമുള്ളതായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.